നമ്മളുടെ ചിന്തകൾ, നമ്മൾ രണ്ട് രീതിയിലാണ് നമുക്ക് ചിന്തകളുള്ളത്. ഒന്ന് അനുകൂലമായിട്ടും ഒന്ന് പ്രതികൂലമായിട്ടും, പോസിറ്റീവും നെഗറ്റീവും. അത് നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതും നെഗറ്റീവ് എനർജി നൽകുന്നതും. ഇപ്പം പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള, അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുക. അത് നമ്മളുടെ ഹോർമോൺസിനെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ സഹായിക്കും. നേരെ മറിച്ച് നെഗറ്റീവ് ആകുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമുക്ക് ഭയങ്കര വിഷമം, വല്ലാത്തൊരു അസ്വസ്ഥത, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനം വേറെ രീതിയിലേക്ക് മാറും. അത് നമ്മുടെ ശരീരത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുള്ളൂ. നമുക്ക് ചില അസുഖങ്ങൾ പെട്ടെന്ന് വരും. അത് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മളുടെ വികാര വിചാരങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോർമോൺസ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഒന്നുമില്ല. നമ്മുടെ ചിന്തകളൊന്നും നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഇവയെല്ലാം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്നത് നമ്മുടെ ചിന്തകൾ കൂടിയാണ്. നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെട്ട് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോണാണ് നമ്മുടെ ശരീരം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. സന്തോഷം വരുമ്പോഴുള്ള ഹോർമോൺ ഇല്ലേ? അപ്പോൾ നമ്മൾ ഭയത്തോടു കൂടി അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒന്നിനെയും കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് സങ്കടമുണ്ടാക്കുന്ന ഒന്നിനെയും കുറിച്ച് കൂടുതലായി ചിന്തിക്കാതിരിക്കുക. നമ്മൾക്ക് ചിന്ത കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് തലവേദന വരാറുണ്ട്. നമ്മുടെ തലച്ചോറ്, തലയുടെ പുറകുവശത്തായിട്ട് ഒരു വിങ്ങലൊക്കെ തോന്നും. നമുക്ക് ചിന്ത കൂടുമ്പോഴാണ്. അത് നല്ല ചിന്തയല്ല, മോശമായ രീതിയിലുള്ള ചിന്ത, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഞാനങ്ങനെ സന്തോഷിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നപ്പോൾ എനിക്ക് തലവേദന വന്നു, എനിക്ക് തലകറക്കം വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. സന്തോഷത്തോടു കൂടി ഇരുന്നാൽ ആ സന്തോഷം മറ്റുള്ള ദോഷങ്ങളെല്ലാം മാറ്റി നിർത്തും. മനസ്സ് ഹാപ്പിയാവും. മനസ്സ് ഹാപ്പിയായ നമ്മളുടെ ശരീരവും ഹാപ്പിയാണ്. ഒരസുഖങ്ങളും പെട്ടെന്നൊന്നും കയറി നമ്മളെ ആക്രമിക്കുകയില്ല.